നമസ്കാരം. ഫിസിക്സ് ഫോർ പ്രഷറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ +2 NCERT ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കുറിച്ചാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇക്വേഷൻ ഓഫ് AC കറണ്ട്, ആവറേജ് കറണ്ട് ആൻഡ് ആവറേജ് പവർ, and RMS value of current and AC voltage applied to a resistor. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. കഴിഞ്ഞ ചാപ്റ്റേഴ്സ് വരെ നമ്മൾ പഠിച്ചിരുന്നത് ഡയറക്റ്റ് കറണ്ട് സോഴ്സുകളെ കുറിച്ചും അതേപോലെ ഡയറക്റ്റ് കറണ്ട് സോഴ്സ് ഉപയോഗിച്ച് സർക്യൂട്ടുകളെ കുറിച്ചുമായിരുന്നു. എന്താണ് ഡയറക്റ്റ് കറണ്ട്? ഡയറക്റ്റ് കറണ്ട് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൺസ്റ്റന്റ്, ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് വിത്ത് ടൈം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കറണ്ട് വോൾട്ടേജ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രാഫിക്കലി ഈ തരത്തിലാണ്. ടൈമിനനുസരിച്ച് വോൾട്ടേജ് കറണ്ട് അതിൻ്റെ വാല്യൂ മാറുന്നില്ല, ത്രൂ ഔട്ടായിട്ട് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഡയറക്റ്റ് കറണ്ട്. എപ്പോഴും നമുക്ക് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് സോഴ്സ് തന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മെയിൻ സപ്ലൈ അല്ലെങ്കിൽ ഓഫീസിൽ ഉപയോഗിക്കുന്ന മെയിൻ സപ്ലൈക്ക് തന്നെ AC വോൾട്ടേജ് ആണ്. ആ AC വോൾട്ടേജ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ സൈൻ ഫംഗ്ഷൻ വിച്ച് വാരീസ് വിത്ത് ടൈം. ടൈമിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതുപോലെ അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത്തരം വോൾട്ടേജുകളാണ് AC വോൾട്ടേജ്. ഒരു AC വോൾട്ടേജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രാഫിക്കലി ഈ തരത്തിലാണ്. വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും ഇത് ടൈമിനനുസരിച്ച് അതിൻ്റെ ഇനീഷ്യലി വാല്യൂ 0 ആണ്, ദെൻ അതിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറി പീക്കാവുന്നു, ദെൻ അഗെയിൻ 0 ആവുന്നു. ഈ തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന വോൾട്ടേജുകളാണ് AC വോൾട്ടേജ് അല്ലെങ്കിൽ അത്തരം കറണ്ടുകളാണ് AC കറണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് AC വോൾട്ടേജിലാണ് DC വോൾട്ടേജുമായി കമ്പയർ ചെയ്യുമ്പോൾ. അതിന് പ്രധാനമായിട്ടും 1-2 കാരണങ്ങളുണ്ട്. AC വോൾട്ടേജ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഫ്രം വൺ വോൾട്ടേജ് ടു അനദർ വോൾട്ടേജ് യൂസിങ് ട്രാൻസ്ഫോമർ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിളും അതുമായി ബന്ധപ്പെട്ട വർക്കൊക്കെയാണ്. അത് നമുക്ക് ആ സമയത്ത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതേപോലെ വേറെ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ക്യാൻ ബി ഈസിലി or it can be economically transmitted from one place to another place. നമുക്ക് ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ പവറൊക്കെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഇക്കണോമിക്കലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമുള്ളത് AC വോൾട്ടേജാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് AC വോൾട്ടേജിൻ്റെ പ്രസക്തി DCയേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാവാനുള്ള കാരണം. DC കറണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമുക്കറിയാം ഈ തരത്തിലുള്ള DC കറണ്ട്. സപ്പോസ് I = 4 ആംപിയർ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ടൈമിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മാറുന്നില്ല. ദാറ്റ് ഈസ് 4 ആംപിയർ. മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ആ തരത്തിൽ പോകുന്നതാണ് 4 ആംപിയർ അല്ല ഡയറക്റ്റ് കറണ്ട്. അതേസമയം ഒരു AC കറണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ തരത്തിലാണ്. സൈൻ ഫംഗ്ഷൻ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ I = 4 sin ωt. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ωtയുടെ വാല്യൂവിനനുസരിച്ചിട്ട് ഈ ഐയുടെ മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം വരാം. സപ്പോസ് ωt = 0 ആവുന്ന സമയത്താണെങ്കിൽ സൈൻ 0 ആയതുകൊണ്ട് അപ്പോൾ കറണ്ട് ഇല്ല. ആ പോയിന്റാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ωtയും കറണ്ടും തമ്മിൽ വരച്ചിരിക്കുന്ന ഗ്രാഫാണ്. Y ആക്സിസിൽ കറണ്ടാണ്, X ആക്സിൽ ωt ആണ്. ഇപ്പോൾ ωt 0 ആണ്. ദെൻ ωt ഓരോ നിമിഷവും മാറുന്നതിനനുസരിച്ചിട്ട് സൈനിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ωt 90 ആവുന്ന ഈ പോയിന്റ് ആണിത്. അപ്പോൾ സൈൻ ωt ദാറ്റ് ഈസ് സൈൻ 90. സോ ദ കറണ്ട് ഈസ് മാക്സിമം 4 ആംപിയർ. ആ സമയത്താണ് മാക്സിമം കറണ്ട്. ദെൻ ωtയുടെ വാല്യൂ വീണ്ടും കൂടുന്നതിനനുസരിച്ച് സൈൻ്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. ദെൻ അറ്റ് ωt = 180 ഡിഗ്രി, ദെൻ കറണ്ട് ഈസ് 0. അഗെയിൻ ωt കൂടുന്നതിനനുസരിച്ച്, അതായത് സൈൻ 180 കൂടുതലായി കഴിഞ്ഞാൽ സൈൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ കറണ്ട് ഈസ് ബിക്കം നെഗറ്റീവ്. ആൻഡ് അറ്റ് 270 ഡിഗ്രി ദ കറണ്ട് ഈസ് മാക്സിമം, ദാറ്റ് ഈസ് -4 ആംപിയർ. അഗെയിൻ അറ്റ് 360 ഡിഗ്രി കറണ്ട് ഈസ് 0. സോ ദാറ്റ് ഈസ് എ AC സൈക്കിൾ. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ചാപ്റ്ററിൽ AC ജനറേറ്ററിനെ കുറിച്ചാണ്. അവസാനത്തെ ക്ലാസ്സിൽ AC ജനറേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഓൾട്ടർനേറ്റിംഗ് EMF ഉണ്ടാക്കിയത്, അതുപോലെ എങ്ങനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ E = EM sin ωt എന്നുള്ളതായിരുന്നു നമുക്ക് ഫൈനൽ കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കറണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു. I = EM sin ωt/R. EM/R is nothing but IM sin ωt. ഓക്കെ, IM is the peak value of current. അതുപോലെ EM is the peak value of EMF. അപ്പോൾ ആ ഒരു ഗ്രാഫ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയാവുന്നതാണ്. ഇവിടെ 0 വരച്ചിരിക്കുന്ന ωtയും Iയും തമ്മിലുള്ള ഗ്രാഫാണ്. ഇവിടെ π/2, π, 3π/2, 2π വർക്ക് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് വൺ സൈക്കിൾ ലൈക്ക് ദിസ്. So this is a positive half cycle, this is a negative half cycle. If you take a all cycle, ഇത്രയും ഭാഗം പോസിറ്റീവ് ഹാഫ് സൈക്കിളും, അതായത് പോസിറ്റീവ് കറണ്ടും, ഇത്രയും ഭാഗം നെഗറ്റീവ് കറണ്ടും. ഇവിടെ നമ്മൾ ആവറേജ് വാല്യൂ എടുക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും.
അപ്പോൾ നമ്മൾ പറഞ്ഞു ആവറേജ് വാല്യൂ ഓഫ് എ സി കറണ്ട് ഈസ് 0 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ കഴിയും. നോക്കാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്നുള്ളത്. നോക്കുക, ദിസ് ഈസ് എ സി കറണ്ട്. ഇവിടെ ഞാൻ ടൈം ഇൻ്റർവെൽ കാണിച്ചിരിക്കുകയാണ്. എക്സ് ആക്സിൽ ഇവിടെ കറണ്ടാണ്. ഇത് 0, ദെൻ ഇത് T/4, ദെൻ ദിസ് ഈസ് T/2, ദിസ് ഈസ് 3T/4, ദിസ് ഈസ് T. ദാറ്റ് ഈസ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ ആവശ്യമായുള്ള ടൈമാണ്, ടൈം പീരീഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ T. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആവറേജ് വാല്യൂ കാണുന്നത് നോക്കാം. നോക്കൂ, ഏതൊരു ഫംഗ്ഷൻ്റെയും, അതായത് ഇവിടെ ടൈം ആണ് ഇവിടെ വേരിയബിളായ ക്വാണ്ടിറ്റി. അപ്പോൾ ടൈം ഉള്ള ഒരു ടൈമിൻ്റെ ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ടി എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്തുന്നത് ഈ തരത്തിലാണ്. എഫ് ഓഫ് ടി ആവറേജ് നമ്മൾ കാണിക്കുന്ന ഈ സിമ്പിൾ ഇട്ടിട്ടാണ് 1/t ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എഫ് ഓഫ് ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ ആ ഇൻ്റഗ്രേറ്റിന് ശേഷം അതിനെ ഓവറോൾ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്താം. അപ്പോൾ അതേപോലെ നമുക്കിവിടെ നമ്മുടെ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് I is equal to Im sin omega t ആണ്. നമുക്ക് അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് I is equal to ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് Im sin omega t ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം 1/t അതേപോലെ കൊടുത്തു. ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് Im sin omega t dt എന്നുള്ളതാണ്. ഇൻ്റഗ്രൽ ഫ്രം 0 to capital T, അതായത് ടൈം ഇൻ്റർവൽ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് Im is a constant, that is a peak value of current, take it outside, so Im/t, then sin omega t dt. sin omega t യുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ ടി കഴിഞ്ഞില്ല, ആ കോൺസ്റ്റൻ്റ് ആയ ഒമേഗ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകൂടി വേണം. ഡിഫറൻസിയേഷൻ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഞാൻ ഈ മൈനസ് അതിന് പുറത്തേക്ക് എടുത്തു, മൈനസ് ഇങ്ങോട്ട് എടുത്തു, മൈനസ് Im ബൈ ഈ ഒമേഗ കോൺസ്റ്റൻറ്റിനെയും പുറത്തേക്ക് എടുത്തു. സോ മൈനസ് Im ബൈ ഒമേഗ ടി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വരിക കോസ് ഒമേഗ ടി ലിമിറ്റ്സ് 0 മുതൽ ക്യാപിറ്റൽ ടി വരെ. ദാറ്റ് ഈസ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. ആർക്കാണ് കൊടുക്കേണ്ടത്? സ്മോൾ ടിക്ക് ആദ്യം ക്യാപിറ്റൽ ടി എന്നുള്ള അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ സ്മോൾ ടിക്ക് ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 കൊടുക്കുക. ദാറ്റ് ഈസ് മൈനസ് Im ബൈ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടി കൊടുത്തു, മൈനസ് കോസ് സ്മോൾ ടിക്ക് 0 കൊടുത്തപ്പോൾ കോസ് 0. ഓക്കെ, അഗെയിൻ മൈനസ് Im ബൈ ഒമേഗ ടി ഇൻറ്റു വാട്ട് ഈസ് ഒമേഗ ആൻഡ് ടി റിലേഷൻ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. നമുക്കറിയാവുന്ന റിലേഷൻ ആണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. അപ്പോൾ ഒമേഗയ്ക്ക് പകരം 2π/t കൊടുത്തു, കോസ് 2π/t ഇൻറ്റു ടി മൈനസ് കോസ് 0. ഓക്കെ, ദെൻ ടീം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് 2π എന്നാണ് അവിടെ കിട്ടുക. കോസ് 2π, ഇവിടെ കോസ് 0 കിട്ടും. അപ്പോൾ മൈനസ് Im ബൈ ഒമേഗ ടി അതേപോലെ എഴുതി. കോസ് 2πയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. കോസ് 2π ഇസ് ഈക്വൽ ടു 1 ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് Im ബൈ ഒമേഗ ടി ഇൻറ്റു 1 മൈനസ് 1. അപ്പോൾ ദ ആൻസർ ഈസ് ഷുവർലി 0. സോ ദ ആവറേജ് വാല്യൂ ഓഫ് എ സി കറണ്ട് ഈസ് 0 എന്നുള്ള നമുക്ക് മാത്തമാറ്റിക്കൽ തരത്തിൽ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ആവറേജ് കറണ്ടിൻ്റെ വാല്യൂ 0 എന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ആവറേജ് പവർ? കറണ്ട് 0 ആണെങ്കിൽ പവർ 0 ആവുമോ? നമുക്കറിയാം ഇലക്ട്രിക്കൽ ഡിവൈസുകളൊക്കെ പവർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് 0 ആയതുകൊണ്ട് പവറും 0 ആയി കഴിഞ്ഞാൽ ഈ മെക്കാനിസം ഈ തരത്തിൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് ആവറേജ് പവറിൻ്റെ വാല്യൂ 0 ആവില്ല കിട്ടേണ്ടത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം ആവറേജ് പവർ എന്താണ് കിട്ടുക എന്നുള്ളത്. എങ്ങനെയാണ് ആവറേജ് പവർ കണ്ടുപിടിക്കുക? ആവറേജ് പവർ കണ്ടുപിടിക്കുന്ന വിധം നമുക്ക് ഈ തരത്തിലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഡി സി പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. P/dc is equal to I²R. നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. I ഡി സി കറണ്ടാണ്, R റെസിസ്റ്റൻസ് ആണ്. R കറണ്ട് റെസിസ്റ്ററിലൂടെ I എന്നുള്ള കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പവറാണ് I²R. അപ്പോൾ അതേപോലെ എ സി പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം? P, ദിസ് ഈസ് എ സി കറണ്ട്, സ്മോൾ ലെറ്റർ I ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, I²R. നമുക്കറിയാം ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് Im sin omega t ആണ്. എ സി കറണ്ട് എന്ന് പറഞ്ഞാൽ Im sin omega t ആണ്. സോ ഐക്ക് ഞാൻ എന്ത് കൊടുത്തു? Im sin omega t ഹോൾ സ്ക്വയർ ഇൻറ്റു R, ദാറ്റ് ഈസ് Im² R sin² omega t. ഇതാണ് ഇവിടുത്തെ എ സി പവർ. എ സി പവർ നമുക്കതിൻ്റെ ആവറേജ് പവർ കണ്ടു നോക്കാം. വാട്ട് വിൽ ബി ദ ആവറേജ് പവർ? ആവറേജ് വാല്യൂ ഓഫ് എ സി പവർ P എ സി ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ആവറേജ് കാണാം Im² R sin² omega t എടുക്കുക. ആവറേജ് എടുക്കുന്ന സമയത്ത് ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂസ് ആയ Im² R പുറത്തേക്ക് എടുക്കാം ഇൻറ്റു sin² omega t. അപ്പോൾ ഈ sin² omega tയുടെ ആവറേജ് വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. sin² omega യുടെ ആവറേജ് വാല്യൂ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ കണ്ടെത്താം. എന്താണ് ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്നുള്ളത്? ടി എന്നുള്ള ഫംഗ്ഷനുമായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് ടിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ sin² omega t ആണ്. സോ 1/t ഇൻ്റഗ്രൽ 0 to t sin² omega t dt. നമുക്കറിയാവുന്ന ഒരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ്
സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. അതാണ് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി. ദാറ്റ് ഈസ് അപ്പോൾ അതിന് പോലെ സൈൻ സ്ക്വയർ ഒമേഗ ടി എങ്ങനെ എഴുതാം? 1/t ഇൻ്റഗ്രൽ 0 ടു ടി 1 മൈനസ് കോസ് 2 തീറ്റയ്ക്ക് പകരം ഒമേഗ ടി ആണ് ഇവിടുത്തെ ആംഗിള് ബൈ 2 ഇൻറ്റു ഡി ടി. ഓക്കെ, ദെൻ 2 ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്, കോൺസ്റ്റൻ്റ് ആണ് 1/2t അതേപോലെ എടുത്ത് ഇൻ്റഗ്രൽ 0 ടു ടി 0 മുതൽ ക്യാപിറ്റൽ ടി വരെ 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡി ടി. ഓക്കെ, ദെൻ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാണ്. 1/2t അതേപോലെ നിർത്തി 1ൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ടി എന്നുള്ള വരിക മൈനസ് കോസ് 2 ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ 2 ഒമേഗ ടി ബൈ 2 ഒമേഗ എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു 2 ഒമേഗ. ഓക്കെ, ദാറ്റ് ഈസ് 1/2t. ഇൻ്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. ആദ്യം കൊടുക്കേണ്ട അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ടി ആണ്. അപ്പോൾ ക്യാപിറ്റൽ ടി കൊടുക്കുക, സ്മോൾ ടിക്ക് പകരം ക്യാപിറ്റൽ ടി മൈനസ് സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2π/t ആണ്. 2 ഒമേഗ 2π/t, ഇവിടെ ഒരു 2 കൂടി ഉണ്ട്. 2 ഇൻറ്റു ഒമേഗയ്ക്ക് പകരം 2π/t ഇൻറ്റു ടി മൈനസ് ദെൻ 0 കൊടുക്കുക, സ്മോൾ ടിക്ക് പകരം 0 കൊടുക്കുക, 0 മൈനസ് ഇവിടെ സ്മോൾ ടിക്ക് പകരം 0 കൊടുക്കുന്ന സമയത്ത് സൈൻ 0 എന്ന് വരും. അപ്പോൾ ഇവിടെ 0 ആണ് വരിക. സൈൻ 0 എന്ന് പറഞ്ഞാൽ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് 1/2t. നമ്മൾ നോക്കൂ, ടി അതേപോലെ എഴുതി, ഇവിടെ ഈ ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ 4π ആ വരിക. വട്ട് ഇസ് എ വാല്യൂ ഓഫ് സൈൻ 4π? സൈൻ 4πയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. സൈൻ 2π 4π എല്ലാ വാല്യൂസും പൈ 2π 3π ഒക്കെ തന്നെ സൈനിൻ്റെ വാല്യൂസ് എന്താ 0 ആണ് വരിക. അപ്പോൾ നോക്കാം, ടി മൈനസ് സൈൻ 4πയുടെ വാല്യൂ 0 ആണ്. ടി മൈനസ് 0 ഇവിടെ 0 തന്നെ ഓൾറെഡി. ദാറ്റ് ഈസ് അപ്പോൾ അത് വരുമ്പോൾ എന്ത് വരും? ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ -0 ഓവറോൾ ഇറ്റ് ബിക്കം ടി. അപ്പോൾ 1/2t ഇൻറ്റു ടി. ടി ടി കെട്ട് ക്യാൻസൽ. അപ്പോൾ എന്ത് ഇക്വേഷൻ വരിക? എന്താണ് ഫൈനൽ വാല്യൂ വരിക? ഫൈനൽ വാല്യൂ ബിക്കംസ് സൈൻ സ്ക്വയർ ഒമേഗ ടി ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് അറ്റ് വിൽ ബിക്കം 1/2. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി വാല്യൂ ആവറേജ് വാല്യൂ നമുക്ക് 1/2 എന്ന് കിട്ടി. അത് നമുക്ക് ഡയറക്റ്റ് ഇവിടെ കൊടുക്കാം. ദാറ്റ് ഈസ് im² ഇൻറ്റു ഈ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് ഇൻറ്റു 1/2. അപ്പോൾ അതിനെ im² ഇൻറ്റു 1/2 ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് im²r/2. ഓക്കെ, ഇനി നോക്കാം, ഇവിടെ ഡി സി പവർ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ളതാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എ സി പവറിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് im²r/2 ആണ്. im²r/2 ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നോക്കാം, ഇവിടെ i² കറസ്പോണ്ടിങ് ആയ കറണ്ടാണ് im²/2 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഐ എങ്ങനെ എഴുതാൻ പറ്റും? I is equal to Im/√2. Here this Im/√2 is a special current. That current is known as root mean square current or IRMS. IRMS or അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറെ ലെറ്റർ ക്യാപിറ്റൽ ഐ ഉപയോഗിക്കാം. ക്യാപിറ്റൽ ഐ is equal to എങ്ങനെ എഴുതാം? Im/√2, അതായത് പീക്ക് വാല്യൂ ഓഫ് ദ കറണ്ട് ഡിവൈഡഡ് ബൈ √2. സോ ദാറ്റ് ഈസ് ദ RMS വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ IRMSന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് IRMS is equal to Im/√2. അതിന് നമ്മൾ പറയുന്ന പേരാണ് RMS കറണ്ട് ഓർ ഇഫക്റ്റീവ് കറണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവറേജ് പവർ കണ്ടെത്താം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് 0 ആണെങ്കിൽ കൂടി ആവറേജ് വാല്യൂ ഓഫ് പവർ എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് 0. ഇറ്റ് ഹാസ് എ വാല്യൂ ദാറ്റ് ആവറേജ് പവർ ഈസ് ഗിവൺ ബൈ im²r/2. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് I is equal to 0. ദെൻ ആവറേജ് വാല്യൂ ഓഫ് പവർ that is equal to im²r. അതിൽ നമുക്കൊരു പുതിയ ടേം കിട്ടി IRMS for the special value of current or effective current. IRMS is equal to Im/√2. Im is the peak value of current. അപ്പോൾ പീക്ക് വാല്യൂ ഓഫ് ദ കറണ്ടിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ √2ൻ്റെ വാല്യൂ 1.414 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.707 Im എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? IRMS എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂവിൻ്റെ 0.707 മടങ്ങാണ്. അത് പെർസെൻറ്റേജ് ടേമിൽ പറയുകയാണെങ്കിൽ IM 100% ആണെങ്കിൽ IRMSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 70.7% ആയിരിക്കും. അത് നമുക്ക് ഗ്രാഫിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഡയഗ്രാം എങ്കിൽ ഇതാണ് IM, ദാറ്റ് ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. അങ്ങനെയാണെങ്കിൽ IRMS എന്ന് പറയുന്നത് ഇത് 100% ആണെങ്കിൽ അതിൻ്റെ 70.7% ആണ് ഈ തരത്തിലുള്ള മാർക്കിംഗ് നടത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് അവർ IRMS. ദിസ് ഈസ് ദ പീക്ക് വാല്യൂ IM ആൻഡ് അവിടെ നിന്ന് ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 70.7% ആണ്. ഇത് ഫുൾ 100% എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് 70.7%. ദാറ്റ് ഈസ് അവർ IRMS. ഓക്കെ, ഇനി IRMS അറിയാമെങ്കിൽ നമുക്ക് അതേപോലെ VRMS അല്ലെങ്കിൽ RMS വോൾട്ടേജ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് വോൾട്ടേജ് അതേ ഫോമിൽ തന്നെ എഴുതാം. VRMS is equal to എന്ത് എഴുതാൻ പറ്റും? VM/√2
root 2. Vm is the peak value of voltage. So Vm by root 2, that is again 0.707 V. Okay. ഇനി നമുക്ക് എ സി പവറിനെയും ഡി സി പവറിനെയും റെപ്രസെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നമുക്ക് പറയാം. പി ഡി സി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അതേപോലെ പി ഡി സി ഈ ഫോമിൽ എഴുതാം I² ഇൻറ്റു ആർ. ഇതേപോലെ തന്നെ എ സി പവറിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പി എ സി ഇസ് ഈക്വൽ ടു നമുക്ക് അതേ ഫോമിൽ എഴുതാം വി ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഇൻറ്റു RMS വാല്യൂ ഓഫ് കറണ്ട്. ഈ ഫോമിൽ എഴുതാം പി എസ് സി ഇസ് ഈക്വൽ ടു I² ആർ ഫോമിലുള്ള പോലെ ഇവിടെ ഐക്ക് ഈക്വലൻ്റ് ആയിട്ട് IRMS ആണ്. സോ IRMS² ഇൻറ്റു ആർ. ഈ തരത്തിൽ നമുക്ക് എ സി പവറും ഡി സി പവറും എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ എ സി കറണ്ട്, എ സി വോൾട്ടേജ്, എ സി പവർ എന്നിവ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു എ സി വോൾട്ടേജ് ഒരു പ്യുവർ ആയിട്ടുള്ള റെസിസ്റ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ കറണ്ടിൻ്റെ വേരിയേഷൻ നോക്കാം. ഈ ചാപ്റ്ററിൽ അതിന് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സി അപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ, ദെൻ എ സി അപ്ലൈഡ് ടു എ കപ്പാസിറ്റർ, ദെൻ എ സി അപ്ലൈഡ് ടു എ സീരീസ് LCR സർക്യൂട്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു പ്യുവർ റെസിസ്റ്ററിലെ ഒരു എ സി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ കറണ്ടിൻ്റെ വേരിയേഷൻ. നമുക്ക് കൊടുക്കുന്ന എ സി വോൾട്ടേജിൻ്റെ ഫോം നമുക്കറിയാം, സൈൻ വേവ് ആണ്. സോ V is equal to Vm sin omega t is the AC voltage applied to a resistor. This is the resistor. അപ്പോൾ വോൾട്ടേജ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എ കറണ്ട് വിൽ ഫ്ലോ. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ട് I is equal to നമുക്കറിയാം വോൾട്ടേജ് ബൈ കറണ്ട് V by R. V എന്ന് പറഞ്ഞാൽ എന്താണ്? Vm sin omega t by R. This Vm by R is known as Im, the peak value of current. So I is equal to Im sin omega t. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? If you give an voltage V is equal to Vm sin omega t to a resistor, a current that we obtained is I is equal to Im sin omega t. ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ആംഗിൾ ഒരേ തരത്തിലാണ്. ഇവിടെ ഒമേഗ ടി ആണ്, ഇവിടെയും അതേ തരത്തിൽ ഒമേഗ ടി ആണ്. അല്ലെങ്കിൽ ആംഗിൾ ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ ഒമേഗ ടിയൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഒമേഗ ടിനേക്കാൾ കൂടുതലോ കുറയുന്ന ഒരു പാരാമീറ്റേഴ്സും ഇല്ല. രണ്ടിൻ്റെയും ആംഗിൾ ഒരേ തരത്തിലാണ്. അല്ലെങ്കിൽ ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് പറയാം. അല്ലെങ്കിൽ ഒന്നുകൂടി ടെക്നിക്കലായിട്ട് നമുക്ക് പറയാം ദർ ഫേസ് ഡിഫറൻസ് ഈസ് 0. അതെന്താണ് പറഞ്ഞാൽ അതായത് വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്ത് തന്നെയാണ് കറണ്ട് മാക്സിമം ആവുന്നത്. നമുക്ക് നോക്കാം. ഒമേഗ ടിയുടെ വാല്യൂ 0 ആവുകയാണെന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ കറണ്ടിൻ്റെ വാല്യൂ I is equal to Im sin 0 എന്നാണ്. അപ്പോൾ Imൻ്റെ വാല്യൂ 0 ആണ്. അതേസമയം തന്നെ വോൾട്ടേജിൻ്റെ വാല്യൂ V is equal to എന്ത് വരും? Vm sin omega t. sin omega t 0 ആയത് വോൾട്ടേജ് ഇസ് 0. ഇനി ഒമേഗ ടി എന്നുള്ളത് ഫോർ എക്സാമ്പിൾ 90 ഡിഗ്രി ആണ് വിചാരിക്കുക. സോ I is equal to Im sin omega t. sin 90 that is 1. സോ Im. അതുപോലെ V is equal to Vm sin 90 that is Vm. അപ്പോൾ വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് കറണ്ട് 0 ആവുന്നു, വോൾട്ടേജ് മാക്സിമം ആവുന്ന സമയത്ത് കറണ്ട് മാക്സിമം ആവുന്നു. അപ്പോൾ നമ്മൾ പറയും വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്, ഒരേ ഫേസിലാണെന്ന് പറയാം. അപ്പോൾ നമുക്കത് ഗ്രാഫിക്കലി കാണിക്കാം. ഇവിടെ രണ്ട് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേവ് ഫോമുകൾ കൊടുത്തിരിക്കുകയാണ്. ദിസ് ഈസ് വോൾട്ടേജ് വേവ് ഫോം, ദിസ് ഈസ് V, ദിസ് ഈസ് V ആൻഡ് ദിസ് ഈസ് I. ഓക്കെ, നോക്കുക അവിടെ ഇത് Vmൻ്റെ ഇത് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ ആണ് Vm, ഇത് കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ആണ് Im. ഈ വരച്ചിരിക്കുന്ന വൈറ്റ് കളറുള്ളതാണ് വേവ് ഫോം വോൾട്ടേജിൻ്റെ, ഈ റെഡ് കളറുള്ളതാണ് കറണ്ടിൻ്റെ വേവ് ഫോം. അപ്പോൾ ഇവിടെ രണ്ടും മാക്സിമം ആവുന്നത് π/2 ആവുന്ന സമയത്താണ്. അതായത് ഐയുടെ വാല്യൂ വോൾട്ടേജിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് π/2 ആവുന്ന സമയത്താണ് ഒമേഗ ടി. അതേപോലെ 2 0 ആവുന്നത് π ആവുന്ന സമയത്താണ്. അഗൈൻ 3π/2 ആവുന്ന സമയത്ത് രണ്ടിൻ്റെ വാല്യൂ നെഗറ്റീവ് മാക്സിമം ആയി മാറും. ഒന്ന് -Im ആയി മാറും, ഒന്ന് -Vm ആയി മാറും. ദെൻ 360 ആവുന്ന സമയത്ത് അഗൈൻ ബോത്ത് ബിക്കം 0. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ് എന്ന് പറയാൻ കഴിയും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ Imൻ്റെ പീക്ക് വാല്യൂ എന്തായാലും Vmൻ്റെ പീക്ക് വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. കാരണം Im is equal to എന്തെഴുതാം? Vm by R എന്നുള്ളത് കൊണ്ട് വോൾട്ടേജിനെ കറണ്ട് റെസിസ്റ്ററിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും കറണ്ടിൻ്റെ പീക്ക് എന്നുള്ളത് വോൾട്ടേജിൻ്റെ പീക്കിൻ്റെ താഴെ വരും. അതുകൊണ്ടാണ് ഈ പീക്ക് താഴെ വരച്ചിരിക്കുന്നത്, ഇതിൻ്റെ പീക്ക് മുകളിലാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എ സി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ടിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എ സി വോൾട്ടേജ് വാരി ചെയ്യുന്ന അതേ ഫേസിൽ തന്നെയാണ് കറണ്ടിൻ്റെയും വേരിയേഷൻ. രണ്ടിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷേ രണ്ടും
പീക്ക് മാക്സിമം ആവുന്നത് അല്ലെങ്കിൽ മാക്സിമം ആവുന്ന സമയത്ത് രണ്ടിൻ്റെയും ഒമേഗാട്ടിയുടെ വാല്യൂ ഒരേ വാല്യൂ തന്നെ ആയിരിക്കും. അതായത് ഒമേഗാട്ടി π/2 വന്ന സമയത്ത് തന്നെയാണ് രണ്ടും മാക്സിമം ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നെഗറ്റീവ് മാക്സിമം ആവുന്ന രണ്ടും ഒമേഗാട്ടി തരത്തിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ തന്നെ വേരിയേഷൻ, ഇത് വാരി ചെയ്യുന്ന അതേ ഫോമിൽ തന്നെയാണ് വോൾട്ടേജും വാരി ചെയ്യുന്നത്. കറണ്ട് വാരി ചെയ്യുന്ന അതേ ഫോമിൽ തന്നെയാണ് വാരി ചെയ്യുന്നത്. ദെൻ അഗെയിൻ ബോത്ത് ബിക്കം 0 അറ്റ് ദ സെയിം ടൈം. അഗെയിൻ ബോത്ത് ബിക്കം നെഗറ്റീവ് മാക്സിമം ആൻഡ് ബിക്കം 0. സോ we can clearly say that voltage and current are in phase. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. എ ലൈറ്റ് ബൾബ് ഈസ് റേറ്റഡ് അറ്റ് 100 വാട്ട്. ബൾബിൻ്റെ പവറാണ് തന്നിരിക്കുന്നത്. ഫോർ എ 220 വോൾട്ട് സപ്ലൈ. ഫൈൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി ബൾബ്, പീക്ക് വോൾട്ടേജ് ഓഫ് സോഴ്സ് ആൻഡ് ദി RMS കറണ്ട് ത്രൂ ബൾബ്. അപ്പോൾ ഇതതിൻ്റെ പവർ വാല്യൂ ആണ്. 220 വോൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജ് എന്ന് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ RMS വോൾട്ടേജ് ആണ്. അതായത് VRMS ആണ് 220 വോൾട്ട്. നമ്മുടെ ലൈൻ വോൾട്ടേജ് 220 വോൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ RMS വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് പവർ ഇസ് ഈക്വൽ ടു V²/R, P ഇസ് ഈക്വൽ ടു VI. ഇന്ന് നമുക്ക് ഐക്ക് V/R കൊടുത്തു കഴിഞ്ഞാൽ P ഇസ് ഈക്വൽ ടു V²/R എന്ന് കിട്ടും. സോ R ഇസ് ഈക്വൽ ടു V²/P. V തന്നിരിക്കുന്നത് ഇതിൻ്റെ RMS വാല്യൂ ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 220 സ്ക്വയർ ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് 484. അതായത് VRMS എന്ന് പറയുന്നതും അല്ലെങ്കിൽ V എന്നുള്ള റെപ്രസെൻറ്റേഷനും സെയിം തന്നെയാണ്. അപ്പോൾ VRMS ആണ് ആക്ച്വലി 220 വോൾട്ട്. ഇനി അടുത്ത് കാണുന്നത് അതിൻ്റെ പീക്ക് വോൾട്ടേജ് ആണ്. പീക്ക് വോൾട്ടേജ് ഓഫ് സോഴ്സ് VM ഈസ് ഈക്വൽ ടു നമുക്കറിയാം VRMS ഇൻറ്റു √2. VRMS ഇൻറ്റു √2. VRMS ആണ് V എന്ന് എഴുതിയിരിക്കുന്നത്. സോ V ഇൻറ്റു √2. VRMS പറഞ്ഞാൽ 220 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 311 വോൾട്ട്. അപ്പോൾ 311 വോൾട്ടാണ് നമ്മുടെ ലൈൻ വോൾട്ടേജിൻ്റെ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിൻ്റെ RMS വാല്യൂ ആണ് നമ്മൾ പറയുന്ന 220 വോൾട്ട്. ഇനി നമുക്ക് അടുത്ത് കാണുന്നതിൻ്റെ RMS കറണ്ടാണ്. RMS കറണ്ട് കാണണമെങ്കിൽ നമുക്ക് പവർ AC ഇസ് ഈക്വൽ ടു V ഇൻറ്റു I. VRMS ഇൻറ്റു IRMS അങ്ങനെ എഴുതാതിനെ. V ഇൻറ്റു I എന്ന് പറഞ്ഞാൽ VRMS ഇൻറ്റു IRMS. ഈ രണ്ട് ഫോമിൽ എഴുതാം. രണ്ട് തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കുഴപ്പമില്ല. VRMS ഇൻറ്റു IRMS. സോ IRMS ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? PAC ഡിവൈഡഡ് ബൈ VRMS. ഇവിടെ PAC എന്ന് പറയുന്നത് AC പവർ എന്ന് പറയുന്നത് 100 വാട്ട്സ് ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ VRMS എന്ന് പറയുന്നത് 220 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും 0.450 ആംപിയർ. ഇനി കറണ്ടിനെ നമുക്ക് വേറെ തരത്തിൽ വേണമെങ്കിൽ കാണാം. ഇവിടെ I ഇസ് ഈക്വൽ ടു V/R. കറണ്ട് ഇസ് ഈക്വൽ ടു VRMS ബൈ റെസിസ്റ്റൻസ്. VRMS നമുക്കറിയാം 220 വോൾട്ട് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് 484. അപ്പോൾ നമുക്ക് അഗെയിൻ 0.450 ആംപിയർ എന്നുള്ളത് അതിലൂടെ കൊടുക്കുന്ന RMS കറണ്ടിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫേസേഴ്സിനെ കുറിച്ചും അതേപോലെ AC വോൾട്ടേജ് അപ്ലൈഡ് ടു ഇൻഡക്ടർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.